കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനം. ഈ ലോകത്തിൽ മനുഷ്യർ സാധാരണയായി അധികാരമുള്ളവരുമായി അടുത്ത് ഇടപഴകുവാൻ ആഗ്രഹിക്കാറുണ്ട്. രാഷ്ട്രീയമായ അധികാരമോ ഗവൺമെൻറ് തലങ്ങളിൽ ഉള്ള അധികാരമുള്ളവരുമായോ അതല്ല മതപരമായ സംഘടനകളുടെ അധികാരം ഉള്ളവരായോ ഒക്കെ മനുഷ്യർ സാധാരണയായി അടുത്ത ബന്ധം സ്ഥാപിക്കുവാനും ഇടപഴകുവാനും ബന്ധപ്പെടുവാനും ആഗ്രഹിക്കാറുണ്ട്. അതവരുടെ ജീവിതത്തിൽ വലിയൊരു കാര്യമായി മനുഷ്യർ കണക്കാക്കാറുമുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി 28:18 യേശു ഇങ്ങനെ പറഞ്ഞു: സ്വർഗത്തിലും ഭൂമിയിലും എനിക്ക് സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു. All authority in heaven and earth is given unto me. മത്തായി 11:27 യേശു പറഞ്ഞു: പിതാവ് എങ്കിൽ സകലവും ഫലമേൽപ്പിച്ചിരിക്കുന്നു. യോഹന്നാൻ 13:3 പിതാവ് സകലവും എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു. യോഹന്നാൻ 3:35 സകലവും പുത്രൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. യിരെമ്യാ 32:27 ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവ ആകുന്നു. യിരെമ്യാ 32:17 ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല. റോമർ 4:17 ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിക്കുന്ന ദൈവം. അതേ, യേശുവിന് സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും. എൻ്റെ സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും യേശുവിന് അധികാരമുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം. രോഗത്തിൻ്റെ മേൽ യേശുവിന് അധികാരമുണ്ട്. മത്തായി 8:5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു ശതാധിപൻ്റെ ബാല്യക്കാരൻ കഠിനമായ പക്ഷവാതം പിടിച്ച് കിടക്കുമ്പോൾ യേശു പറഞ്ഞു: ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും. ശതാധിപൻ പറഞ്ഞു: കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ യോഗ്യനല്ല. എന്നാൽ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യമാകും. ഞാനും അധികാരത്തിൻ്റെ കീഴിലുള്ള മനുഷ്യനാണ്. ഞാൻ ഈ രാജ്യത്തിൻ്റെ ചക്രവർത്തിയുടെ അധികാരത്തിൻ്റെ കീഴിലാണ്. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് വരുവാൻ പറഞ്ഞാൽ അവൻ വരും, പോകുവാൻ പറഞ്ഞാൽ അവൻ പോകും. ഞാൻ അധികാരത്തിൻ്റെ കീഴെയുള്ള അധികാരമുള്ള മനുഷ്യനാകുന്നു. അതുപോലെ അങ്ങേക്ക് അധികാരമുണ്ട്. ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാകും. വേദപുസ്തകം പറയുന്നു, യേശു വാക്ക് പറഞ്ഞു അവന് സൗഖ്യമുള്ളവനായി തീർന്നു. ആ വിശ്വാസത്തെ കണ്ട് യേശു അവനെ സൗഖ്യമുള്ളവനാക്കി തീർക്കുവാൻ്റെ വണ്ണം ഇടയായി തീർന്നു. രോഗത്തിൻ്റെ മേൽ അധികാരമുണ്ട്. ഇന്ന് നിങ്ങൾ രോഗത്തിലായിരിക്കുന്നുവോ, വേദനയിലായിരിക്കുന്നുവോ, ബലഹീനതയിലായിരിക്കുന്നുവോ, ഡോക്ടർമാർക്ക് സൗഖ്യമാക്കുവാൻ കഴിയുകയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞുവോ? യേശുവിന് അധികാരമുണ്ട്. രോഗത്തിൻ്റെ മേൽ അധികാരമുണ്ട്. യേശുവിനെ സൗഖ്യമാക്കുവാൻ കഴിയും. ഇപ്പോൾ യേശു നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളെ ഇപ്പോൾ സൗഖ്യമാക്കും. ഏത് രോഗത്തെയും സൗഖ്യമാക്കും. ഏത് ഭയാനകമായ രോഗത്തെയും സൗഖ്യമാക്കും. കണ്ടുപിടിക്കാൻ കഴിയാത്ത ഏത് രോഗത്തെയും സൗഖ്യമാക്കും. മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഏത് രോഗത്തെയും സൗഖ്യമാക്കും. ഡോക്ടർമാർ കൈവിട്ട രോഗത്തെയും യേശു സൗഖ്യമാക്കും. ഇപ്പോൾ സൗഖ്യമാക്കും. വിശ്വസിച്ചാൽ നിങ്ങൾക്ക് സൗഖ്യം പ്രാപിപ്പാനായിട്ട് കഴിയും. വീണ്ടും വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി 17:14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുവിന് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരമുണ്ട് എന്ന് കാണുവാനായി കഴിയും. ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും വെള്ളത്തിലും വീണുപോയി വല്ലാതെ കഷ്ടത്തിലായി പോകുന്ന ഒരു മകനെ കുറിച്ച് യേശുവിൻ്റെ അടുക്കൽ ഭാരത്തോടെ വന്നപ്പോൾ വേദപുസ്തകം പറയുന്നു, യേശു ഭൂതത്തെ ശാസിച്ചു, അത് അവനെ വിട്ടുപോയി. ആ ബാലൻ സൗഖ്യമുള്ളവനായി തീർന്നു. ബാലൻ അതേ സമയം അതേ നാഴികയിൽ സൗഖ്യമുണ്ടായി. ഭൂതത്തെ ശാസിച്ചു, ഭൂതം വിട്ടുപോയി. അതേ, ഭൂതത്തിൻ്റെ മേൽ അധികാരമുണ്ട്. അന്ധകാര ശക്തികളുടെ മേൽ അധികാരമുണ്ട്. പൈശാചിക ശക്തികളുടെ മേൽ അധികാരമുണ്ട്. യേശുവിന് അധികാരമുണ്ട്. 1 യോഹന്നാൻ 3:8 വിശുദ്ധ വേദപുസ്തകം പറയുന്നു, യേശു പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചു കളയുവാൻ ഈ ലോകത്തിലേക്ക് വന്നു. യാക്കോബ് 2:19 വേദപുസ്തകം പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ പിശാചുക്കൾ വിറയ്ക്കും. നിങ്ങളുടെ ജീവിതത്തിനെതിരെ പോരാടുന്ന, നിങ്ങളുടെ കുടുംബത്തിനെതിരെ പോരാടുന്ന, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കെതിരെ പോരാടുന്ന,
നിങ്ങളുടെ ശരീരത്തിനെതിരെ പോരാടുന്ന എല്ലാ അന്ധകാരത്തിന്റെ ശക്തികളുടെ മേലും യേശുവിന് അധികാരമുണ്ട്. ഒരു ആയുധവും നിനക്കെതിരായി ഫലിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. അതെ, യേശുവിന് അധികാരമുണ്ട്. എല്ലാ അന്ധകാര ശക്തികളുടെ മേലും അധികാരമുണ്ട്. എല്ലാ ആഭിചാര ശക്തികളുടെ മേലും, മന്ത്രവാദ ശക്തികളുടെ മേലും, വിഗ്രഹത്തിന്റെ ശക്തികളുടെ മേലും യേശുവിന് അധികാരമുണ്ട്. എല്ലാ മതപരമായ അന്ധകാര ബന്ധനങ്ങളുടെ മേലും യേശുവിന് അധികാരമുണ്ട്. എല്ലാ വഞ്ചനയുടെ ആത്മാക്കളുടെ മേലും യേശുവിന് അധികാരമുണ്ട്. യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ, യേശു ഭൂതത്തെ ശാസിച്ചു, ഭൂതം വിട്ടുപോയി. അതെ, യേശു ഇന്ന് അന്ധകാര ശക്തികളോട് കൽപ്പിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പോരാടുന്ന അന്ധകാര ശക്തികളോട്, അവിശ്വാസത്തിന്റെ ദുരാത്മശക്തികളോട്, യേശു അന്ധകാര ബന്ധനങ്ങളെ യേശു ഇന്ന് ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ അത് അഴിഞ്ഞു മാറിപ്പോകും. അന്ധകാര ശക്തികളുടെ മേൽ യേശുവിന് അധികാരമുണ്ട്. ഉറക്കമില്ലാതെ ഭാരപ്പെടുന്നുവോ, നിരാശപ്പെടുന്നുവോ, ആത്മഹത്യയുടെ പ്രവണത നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുവോ, പരാജയത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ദണ്ഡിപ്പിക്കുന്നുവോ, ഭയപ്പെടുന്ന ദുരാത്മശക്തികൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ അധികാരമെടുക്കുവാൻ നോക്കുന്നുവോ, യേശു ഭൂതത്തെ ശാസിക്കും, ഭൂതം വിട്ടുപോകും. ഇന്ന് സംഭവിക്കും, ഇപ്പോൾ സംഭവിക്കും. അന്ധകാര ശക്തികളുടെ മേൽ യേശുവിന് അധികാരമുണ്ട്. വീണ്ടും വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി 9:1 മുതൽ 7 വരെ വായിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, യേശുവിന് പാപത്തിൻ്റെ മേൽ അധികാരമുണ്ട്. പക്ഷപാതക്കാരനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ യേശു അവൻ്റെ രോഗത്തെ സൗഖ്യമാക്കുന്നതിന് പകരം യേശു അവൻ്റെ പാപത്തെ ക്ഷമിച്ച് അവനോട് കിടക്കയെടുത്ത് നടക്കുവാൻ പറയുമ്പോൾ അവൻ സൗഖ്യമുള്ളവനായി എഴുന്നേറ്റ് നടന്നു. യേശു അതോടുകൂടെ ഇങ്ങനെ പ്രസ്താവിച്ചു, അതേ, മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ അധികാരം ഉണ്ട്. യേശുവിന് നിങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങളുടെ മേൽ അധികാരമുണ്ട്. പാപത്തെ മോചിക്കുവാൻ അധികാരമുണ്ട്. പാപത്തെ ക്ഷമിക്കുവാൻ അധികാരമുണ്ട്. പാപത്തെ മായ്ച്ചുകളയുവാൻ അധികാരമുണ്ട്. ഏത് പാപത്തെയും ക്ഷമിക്കുവാൻ അധികാരമുണ്ട്. രക്താംബരം പോലെ ചുമന്നിരിക്കുന്ന പാപത്തെ മഞ്ഞുപോലെ വെളുപ്പിക്കുവാൻ യേശുവിന് അധികാരമുണ്ട്. ഇന്ന് നിങ്ങളുടെ സകല പാപത്തെയും ക്ഷമിക്കുവാൻ യേശുവിന് അധികാരമുണ്ട്. പാപത്തെ മായ്ച്ചു കളയുവാൻ അധികാരമുണ്ട്. ഇപ്പോൾ നിങ്ങൾ പാപത്തെ ഏറ്റുപറയുന്നുവെങ്കിൽ, പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നുവെങ്കിൽ, പാപത്തെ ഉപേക്ഷിക്കുന്നുവെങ്കിൽ, യേശു നിങ്ങളുടെ പാപത്തെ അവൻ്റെ അധികാരം ഉപയോഗിച്ച് ക്ഷമിച്ച് മായ്ച്ച് മറന്നു കളയും. നിങ്ങൾ പാപം ചെയ്യാത്ത ഒരു വ്യക്തിയെ പോലെ ആയിത്തീരുവാൻ കവണം ഇടയായിത്തീരും. യേശുവിന് പാപത്തിന്റെ മേൽ അധികാരം ഉണ്ട്. അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം ഉണ്ട്. യോഹന്നാൻ 10:18 വീണ്ടും വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ജീവനെ കൊടുപ്പാനും ജീവനെ എടുപ്പാനും അധികാരമുണ്ട്. അത് ആരും എന്നിൽ നിന്ന് എടുത്തു കളയുന്നില്ല. യോഹന്നാൻ 10:11 വേദപുസ്തകം പറയുന്നു, നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. എന്തിനാ നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നത്? യോഹന്നാൻ 10:10 വേദപുസ്തകം പറയുന്നു, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ലൈഫ് ആൻഡ് ലൈഫ് ഇൻ അബണ്ടൻസ്. യോഹന്നാൻ 5:27 വിശുദ്ധ വേദപുസ്തകം പറയുന്നു, യേശുവിന് ജീവനെ കൊടുപ്പാൻ അധികാരമുള്ളത് കൊണ്ട്, ജീവനെ തിരികെ എടുപ്പാൻ അധികാരമുള്ളത് കൊണ്ട്, സമൃദ്ധിയായ ജീവനെ തരുവാൻ അധികാരമുള്ളത് കൊണ്ട്, നിത്യജീവൻ തരുവാൻ അധികാരമുള്ളത് കൊണ്ട്, ന്യായവിധി നടത്തുവാൻ അവന് അധികാരം ഉണ്ട്. എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, ഒരു മനുഷ്യന്റെ ആയുസ് അത് 70 സംവത്സരമോ അത് 80 സംവത്സരവുമാകുന്നു. ഒരു മനുഷ്യനും നിത്യമായി ഈ ലോകത്തിൽ ജീവിക്കുന്നില്ല. ഒരു മനുഷ്യന്റെ ആയുസ് തീരുമ്പോൾ ദൈവം മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന് വിളിക്കുമ്പോൾ മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഇടയായിത്തീരും. എന്നാൽ ഈ ലോക ജീവിതം കൊണ്ട് മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല. അവൻ ഈ ലോകത്തിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പുതുതായി ജനനം പ്രാപിച്ച് നിത്യജീവന അവകാശിയായി തീർന്നു എങ്കിൽ അവൻ യേശുവിനോടൊപ്പം യുഗായുഗമായി രാജാവിനെ പോലെ വാഴുവാൻ, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, വേദനകളില്ലാത്ത സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് യോഹന്നാൻ 6:40 47 വാക്യം, പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. അതെ എൻ്റെ സഹോദര സഹോദരി, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. അവന് ജീവനുണ്ട്, അവന് നിത്യജീവനുണ്ട്, അവന് സമൃദ്ധിയായ ജീവനുണ്ട്. എന്തുകൊണ്ട് യേശുവിന് ഈ സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു? ഫിലിപ്പിയർ 2:6 മുതൽ
11 വരെയുള്ള വാക്യങ്ങളിൽ അവൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ആയിരിക്കെ ദൈവത്തോടുള്ള സമത്വം പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി ദാസരൂപമെടുത്ത് ക്രൂശിക്കപ്പെട്ട് യാഗമായി തീർന്ന് അവൻ മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ തൻ്റെ ജീവന് വീണ്ടെടുപ്പിൻ്റെ വിലയായി കൊടുത്ത് അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഏറ്റുപറയേണ്ടി വരും. എഫെസ്യർ 1:20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എല്ലാം അവൻ്റെ കാൽ കീഴെ ആക്കി. എവ്രിതിങ് ഈസ് അണ്ടർ ഹിസ് ഫീറ്റ്. ഈ ലോകത്തുള്ള സകല സൃഷ്ടികളും സകല പിശാചുക്കളും സകല രോഗങ്ങളും സകല ബലഹീനതകളും ലോകത്തിൽ പേര് പറയാവുന്ന സകലതും അതേ സകലതും സകല രാജാക്കന്മാരും സകല ചക്രവർത്തിമാരും സകല ഗവൺമെന്റുകളും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കാലിൻ്റെ കീഴെ ആക്കി വെച്ചു. യേശുവിന് സകല അധികാരവുമുണ്ട്. യേശുവിൻ്റെ അടുക്കലേക്ക് വരുമോ? അധികാരമുള്ളവൻ്റെ അടുക്കൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമോ? യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുമോ? അധികാരമുള്ളവൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമ്പൂർണ്ണ അധികാരം എടുക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സർവ്വ നിയന്ത്രണവും ഇപ്പോൾ ഏറ്റെടുക്കട്ടെ. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. Father, in the name of Jesus, we come to your holy presence, Master. അവന്റെ ആധിപത്യത്തിന് അവസാനം ഉണ്ടാകയില്ല. Government is upon his shoulders and his government shall have no end എന്ന് പ്രവചനം പറഞ്ഞ അതേ യേശുവിന്റെ മേൽ അധികാരം, സകലത്തിന്റെ മേലും അധികാരം. നിങ്ങൾ യേശുവിന്റെ മുമ്പിലായിരിക്കുന്നു. നിങ്ങൾ എന്ത് പ്രശ്നത്തിലോ എന്ത് ഭാരത്തിലോ എന്ത് വേദനയിലോ എന്ത് പാപത്തിലോ ഏത് പൈശാചിക പോരാട്ടത്തിലോ ആയിരിക്കുന്നെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ എന്ന് നിലവിളിക്കുന്ന ഏവരുടെ അടുക്കലേക്ക് വരുവാൻ രക്ഷണം. നന്ദി കർത്താവേ, അവൻ മനസ്സുള്ളവനാകുന്നു. ആരും നശിച്ചു പോകരുത്, എല്ലാവരും രക്ഷപ്രാപിക്കണം എന്ന് സ്വർഗത്തിലെ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഏത് ജാതി മത വിശ്വാസത്തിൽ നിങ്ങൾ ആയിരുന്നാലും നിങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ സൃഷ്ടിയാകയാൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ നശിച്ചു പോകരുത് എന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് നിലവിളിക്കാം. യേശുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശുവേ, എന്നോട് കരുണയുണ്ടാകണമേ. യേശുവേ, എന്നെ കണ്ട് മനസ്സറിയണമേ. യേശുവേ, എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി കർത്താവേ, പാപത്തിന്റെ മേൽ അധികാരമുണ്ട്. അതുകൊണ്ട് പാപത്തെ ഉപേക്ഷിക്കാം, അതുകൊണ്ട് പാപത്തെ ഏറ്റുപറയാം. പാപത്തെ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കാം. പാപത്തിൽ നിന്നൊരു വിശുദ്ധീകരണവും വിടുതലും ഉണ്ടാകട്ടെ. പാപം ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നതാകയാൽ പാപം മാറ്റപ്പെടുമ്പോൾ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലാം. അബ്ബാ പിതാവേ എന്ന് വിളിക്കാം. ദൈവത്തിന്റെ മക്കളായി തീരാം. പാപത്തിന്റെ മേൽ അധികാരമുള്ളത് കൊണ്ട് പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളുടെ മേൽ അതേ പാപത്തെ മുഴുവനായി മാച്ചുകളയുന്ന ദൈവത്തിന്റെ അധികാരം, ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുമ്പോൾ പാപം മാറ്റിക്കളയും, പാപം മാറ്റിക്കളയും, പാപത്തെ ക്ഷമിക്കും. നന്ദി കർത്താവേ, നന്ദിയോട് സ്തോത്രം. പാപത്തിന്റെ മേൽ അധികാരം, പാപം മാറ്റിക്കളയുമ്പോൾ, പാപം മാറ്റപ്പെടുമ്പോൾ ഒരു സ്വർഗീയ സമാധാനം ജീവിതങ്ങളിൽ വരികയാണ്, ഇപ്പോൾ വരികയാണ്. നന്ദി. രോഗത്തിന്റെ മേൽ അധികാരം, സൗഖ്യമാക്കുവാൻ ദൈവത്തിന്റെ ശക്തി യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതേ ശക്തി, അതേ രോഗത്തിന്റെ മേൽ അധികാരമുള്ളത് കൊണ്ട് രോഗമുള്ള സകല ശരീരങ്ങളെ മേലും ഇപ്പോൾ വ്യാപരിക്കുന്നു. തല മുതൽ പാദം വരെ വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധമേ വ്യാപരിക്കുന്നു. അഭിഷേകം മുഖങ്ങളെ തകർത്തു കളയുന്നു, ബന്ധനങ്ങളെ അഴിച്ചു കളയുന്നു. സകല സാഹചര്യത്തിന്റെ മേലും അധികാരമുണ്ട്. നന്ദി കർത്താവേ, നിങ്ങൾ കടന്നു പോകുന്ന സകല സാഹചര്യത്തിന്റെ മേലും സകല ഭാരത്തിന്റെ മേലും സകല ഇല്ലായ്മയുടെ മേലും സകല പ്രതികൂലത്തിന്റെ മേലും യേശുവിന് അധികാരമുണ്ട്. നന്ദി കർത്താവേ, ഇപ്പോൾ അവർ സാഹചര്യങ്ങളെ മാറ്റുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ, നിലവിളിക്കുമ്പോൾ, കരയുമ്പോൾ സാഹചര്യങ്ങൾ മാറ്റപ്പെടുകയാണ്, ഇപ്പോൾ മാറ്റപ്പെടുകയാണ്. നന്ദി കർത്താവേ, നന്ദിയോടെ സ്തോത്രം. ആയിരിക്കുന്ന പ്രതികൂല സാഹചര്യത്തിന്റെ മേൽ ദൈവത്തിന്റെ അധികാരം വരികയാണ്. പിശാചിന്റെ മേൽ അധികാരം. നന്ദി കർത്താവേ, ജീവിതങ്ങളെ കെട്ടിവെച്ചിരിക്കുന്ന, ജീവിതങ്ങളെ ബന്ധിച്ചിരിക്കുന്ന, ജീവിതങ്ങൾക്കെതിരെ പോരാടുന്ന എല്ലാ പൈശാചിക ശക്തികളുടെ മേലും യേശുവിന് അധികാരമുണ്ട്. നന്ദി കർത്താവേ, നന്ദിയോടെ സ്തോത്രം. പിശാചിന്റെ പ്രവൃത്തികൾ അഴിച്ചു കളയുവാനുള്ള അധികാരം ഇപ്പോൾ പിശാചിന്റെ പ്രവൃത്തികൾ ജീവിതങ്ങളിൽ നിന്ന് അഴിഞ്ഞു പോവുകയാണ്. അന്ധകാര ശക്തികൾ മാറിപ്പോകുന്നു, ആഭിചാര ശക്തികൾ മാറിപ്പോകുന്നു, മന്ത്രവാദത്തിന്റെ ശക്തികൾ യേശു മാറ്റിക്കളയുന്നു, ഇപ്പോൾ മാറ്റിക്കളയുന്നു.
അധികാരമുള്ളവൻ, സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ. ഒരായുധവും നിനക്കെതിരായി ഫലിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. അധികാരമുള്ളവൻ. നന്ദി കർത്താവേ. പിശാചിന്റെ ശക്തികളുടെ മേൽ അധികാരം ഇപ്പോൾ വരികയാണ്. ആ അധികാരത്താൽ ദുരാത്മശക്തികൾ മാറിപ്പോകുന്നു. ഭയപ്പെടുന്ന ദുരാത്മാക്കൾ മാറിപ്പോകുന്നു. രാത്രിയിൽ ഉറക്കത്തെ കിടക്കുന്ന ദുരാത്മാക്കൾ മാറിപ്പോകുന്നു. നന്ദി കർത്താവേ, നന്ദി പിതാവേ, നന്ദിയോടെ സ്തോത്രം. ആത്മഹത്യ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ദുരാത്മശക്തികൾ ജീവിതങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു. കഴിയുകയില്ലാന്നുള്ള ചിന്തകൾ കൊണ്ടുവരുന്ന ദുരാത്മശക്തികൾ ജീവിതങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു. നന്ദി കർത്താവേ. ദേഷ്യത്തിന്റെയും കോപത്തിന്റെയും പിണക്കത്തിന്റെയും ആലസ്യത്തിന്റെയും നിരാശയുടെയും ദുരാത്മശക്തികൾ യേശു ഇപ്പോൾ ജീവിതങ്ങളിൽ നിന്ന് മാറ്റിക്കളയുകയാണ്. അത് വിശ്വസിക്കുന്നവരുടെ മേൽ, പ്രാർത്ഥിക്കുന്നവരുടെ മേൽ നന്ദി കർത്താവേ. ജീവനെ തരുവാൻ, സമൃദ്ധിയായ ജീവനെ തരുവാൻ, നിത്യ ജീവനെ തരുവാൻ അധികാരം, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുവാൻ അധികാരം. നന്ദി കർത്താവേ. പാപത്തെ ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന സകല ജീവിതങ്ങൾക്കും നന്ദി. നിത്യജീവൻ, സമൃദ്ധിയായ ജീവൻ തരുവാൻ അധികാരമുള്ളവൻ ഇതാ ഇപ്പോൾ തരികയാണ്. നന്ദി കർത്താവേ. നന്ദിയോടെ സ്തോത്രം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടവൻ, രോഗത്തിന്റെ മേൽ അധികാരമുള്ളവൻ. നന്ദി. സൗഖ്യമാക്കുവാൻ ദൈവത്തിന്റെ ശക്തി യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതേ ശക്തി ഇപ്പോൾ രോഗമുള്ള സകല ശരീരങ്ങളിലും ഇപ്പോൾ വ്യാപരിക്കുന്നു. തല മുതൽ പാദം വരെ ഇപ്പോൾ വ്യാപരിക്കുന്നു. നന്ദി കർത്താവേ. നന്ദിയോടെ സ്തോത്രം. നന്ദി കർത്താവേ. ഡയബറ്റീസ് രോഗത്താൽ, കഠിനമായ അക്യൂട്ട് ഡയബറ്റീസിനാൽ ഭാരപ്പെടുന്ന, ശരീരം ബലഹീനമായിരിക്കുന്ന, തളർന്നിരിക്കുന്ന, ഒന്നും പ്രവർത്തിപ്പാൻ കഴിയാതിരിക്കുന്ന ബലഹീനമായ ശരീരത്തിൽ ഇപ്പോൾ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. യേശു ഇപ്പോൾ നിങ്ങളെ സൗഖ്യമാക്കുന്നു. ബലഹീനത മാറി ബലമുള്ള ശരീരമായി ഇതാ ഇപ്പോൾ രൂപാന്തരപ്പെടുകയാണ്. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി ഒരു അഗ്നി കാറ്റ് പോലെ നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ വ്യാപരിക്കുന്നു. നന്ദി കർത്താവേ. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. തല മുതൽ പാദം വരെ രോഗമുള്ള സകല ശരീരങ്ങളിൽ, ബലഹീനമായ സകല അവയവങ്ങളിലും, നുറുങ്ങിയ സകല ഹൃദയങ്ങളിലും ഇപ്പോൾ വ്യാപരിക്കുന്നു. ഹൃദയം മുറിവേറ്റിരിക്കുന്ന ഹൃദയങ്ങളുടെ മേൽ, മുറിവേറ്റ ഹൃദയങ്ങളിൽ, നുറുങ്ങിയ ഹൃദയങ്ങളിൽ ഇത് ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വരികയാണ്. പ്രിയപ്പെട്ടവര് കൈവിട്ടതുകൊണ്ട്, പ്രിയപ്പെട്ടവർ മരിച്ചുപോയതുകൊണ്ട്, പ്രിയപ്പെട്ടവർ പറഞ്ഞതിനെതിരെ പ്രവർത്തിച്ചതുകൊണ്ട് ഇതാ ഭാരപ്പെട്ടിരിക്കുന്ന ചില ജീവിതങ്ങളിൽ ഇത് ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇപ്പോൾ വ്യാപരിക്കുന്നു. തല മുതൽ പാദം വരെ ഇതാ ഇപ്പോൾ വ്യാപരിക്കുന്നു. ഹൃദയത്തിൽ വ്യാപരിക്കുന്നു. ആശ്വസിപ്പിക്കുന്ന ആശ്വാസപ്രദന്റെ സാന്നിധ്യം ഇപ്പോൾ വ്യാപരിക്കുന്നു. നന്ദി കർത്താവ്. നന്ദിയോട് ഞങ്ങളെ സ്തോത്രം ചെയ്യുന്നു, ഞങ്ങളെ ആരാധിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ അവിടത്തേക്ക് തരുന്നു. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇതാ കഴുത്തിലൂടെ വ്യാപരിക്കുന്നു. സ്പോണ്ടലൈറ്റിസ് രോഗത്താൽ കഴുത്ത് തിരിപ്പാൻ കഴിയാതിരിക്കുന്നു, എപ്പോഴും തല കറങ്ങുന്ന, ശരീരം മൊത്തമായി ബലഹീനത അനുഭവപ്പെടുന്ന ഒരു സഹോദരന്റെ മേൽ ഇതാ സൗഖ്യമാക്കുന്നു ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നു. യേശുവിന് രോഗത്തിന്റെ മേൽ അധികാരമുണ്ട്. ഇതാ ഇപ്പോൾ യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നു. ഇപ്പോൾ സൗഖ്യത്തെ പ്രാപിക്കുക. നന്ദി കർത്താവേ. നന്ദിയോടെ സ്തോത്രം. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി ഒരു ചൂട് കാറ്റടിക്കുന്നത് പോലെ രോഗമുള്ള സകല ശരീരങ്ങളിൽ ഇതാ ഹല്ലേലൂയ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. നന്ദി കർത്താവേ. നന്ദിയോട് ഞങ്ങളെ വാഴ്ത്തുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു. നെഞ്ചിന്റെ ഇടത് ഭാഗത്ത് കഠിനമായ വേദന അനുഭവപ്പെടുന്ന സഹോദരി ഇതാ യേശുവിന്റെ സൗഖ്യമാക്കുന്ന കരം വച്ച് ഇപ്പോൾ യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നു. ഇപ്പോൾ സൗഖ്യത്തെ പ്രാപിക്കുക. യേശു കാൽവരി ക്രൂശിൽ വേദനയെടുത്ത് രോഗത്തെ ചുമന്ന് ബലഹീനകളെ വഹിച്ചുകൊണ്ട് ക്രൂശന്മേൽ കയറി അടിപ്പിണരുകളാൽ സൗഖ്യം വന്നു വിരിക്കുന്നു. തല മുതൽ പാദം വരെ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. നടുവിലൂടെ, നട്ടലിലൂടെ, അസ്ഥികളിലൂടെ വ്യാപരിക്കുന്നു. ശ്വാസകോശങ്ങളിൽ വ്യാപരിക്കുന്നു. അത് ഹൃദയത്തിൽ, ലിവറിൽ വ്യാപരിക്കുന്നു. ഗർഭാശയത്തിൽ വ്യാപരിക്കുന്നു. ഇപ്പോൾ വ്യാപരിക്കുന്നു. അത് മസിലുകളിൽ വ്യാപരിക്കുന്നു. നന്ദി കർത്താവേ. നെർവസ് സിസ്റ്റത്തിലൂടെ വ്യാപരിക്കുന്നു. ഇപ്പോൾ വ്യാപരിക്കുന്നു. നന്ദി കർത്താവേ. ജോയിന്റ് പെയിൻസിനാൽ ഭാരപ്പെടുന്ന കാലുകൾക്ക്, കരങ്ങൾക്കും അധികം വേദന അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയുടെ മേൽ ഇപ്പോൾ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നു. നിങ്ങളുടെ നടുവിലൂടെ വ്യാപരിക്കുന്നു. യേശു ഇപ്പോൾ നിങ്ങളെ സൗഖ്യമാക്കുന്നു. കഠിനമായ നടുവേദന അനുഭവപ്പെടുന്ന സഹോദരിയുടെ മേൽ ഇതാ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നു. നിങ്ങൾക്ക് ഇതുവരെ കുനിയുവാനോ നിവരുവാനോ കഴിയാതിരുന്ന അതേ അനുഭവത്തിൽ നിന്ന് ഇപ്പോൾ ഇതാ വിടുതൽ സംഭവിക്കുകയാണ്. യേശുവിന് അധികാരമുണ്ട്. നിങ്ങളുടെ ശരീരത്തിലെ രോഗത്തിന്റെ മേൽ യേശുവിന് അധികാരമുണ്ട്. ഇപ്പോൾ സൗഖ്യത്തെ പ്രാപിക്കുക. നന്ദി കർത്താവേ. നന്ദിയോട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കാഴ്ചക്കുറവുള്ള കണ്ണുകൾ യേശു ഇതാ ഇപ്പോൾ സൗഖ്യമാക്കുന്നു. നന്ദി പിതാവേ. നന്ദി. സ്റ്റാമറിംഗ് ലിപ്സ്, വിക്കുള്ള നന്ദി അധരത്ത് ഇപ്പോൾ യേശു തൊട്ട് സൗഖ്യമാക്കുകയാണ്. നന്ദിയോട് സ്തോത്രം. ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്ന ശരീരത്തിന്റെ മേൽ യേശുവിന്റെ വലതുകരം വയ്ക്കുമ്പോൾ ഇതാ ഇപ്പോൾ യേശു സൗഖ്യമാക്കുന്നു. നന്ദി. രാത്രിയിൽ
ഉറങ്ങുവാൻ കഴിയാതിരിക്കുന്ന നന്ദി, വ്യക്തി ജീവിതത്തിന്റെ മേൽ ഇതാ സൗഖ്യമാക്കുന്ന, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കുമ്പോൾ എല്ലാ അന്ധകാര ബന്ധനങ്ങളും തകർന്നു മാറുമ്പോൾ യേശു നിങ്ങൾക്ക് ഒരു വിടുതൽ തരികയാണ്. ഇപ്പോൾ സൗഖ്യത്തെ പ്രാപിക്കുക. ഇന്ന് മുതൽ രാത്രി നിങ്ങൾ സുഖമായി ഉറങ്ങും. രാത്രിയിൽ കാണുന്ന സ്വപ്നങ്ങൾ, ഭയപ്പെടുന്ന സ്വപ്നങ്ങൾ ഇപ്പോൾ യേശു മാറ്റിക്കളയുകയാണ്. വിടുതലിനെ അനുഭവിക്കുക. യേശുവിന് അധികാരമുണ്ട്. നന്ദി, കടഭാരങ്ങളുടെ മേൽ അധികാരം, ജീവിതത്തിന്റെ സകല സാഹചര്യങ്ങളുടെ മേൽ അധികാരം, ഭവനത്തിൽ ഉണ്ടായിരിക്കുന്ന നന്ദി ഭിന്നതയുടെ ആത്മാവിന്റെ മേൽ അധികാരം. ഇതാ ഇപ്പോൾ യേശു എല്ലാ ഭിന്നതയുടെയും ആത്മാവിനെ യേശു ശാസിച്ചു മാറ്റുകയാണ്. ഇന്ന് മുതൽ സമാധാനവും, ഇന്ന് മുതൽ സന്തോഷവും, ഇന്ന് മുതൽ ദൈവിക സമാധാനവും നിങ്ങളുടെ ഭവനത്തിൽ വ്യാപരിക്കും. ഇപ്പോൾ മുതൽ വ്യാപരിക്കും. നന്ദി കർത്താവേ. ബിസിനസ് ചെയ്യുന്ന സഹോദര, ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന കടഭാരങ്ങൾ, നന്ദി കർത്താവേ, എന്റെ മേൽ യേശുവിന് അധികാരമുണ്ട്. കടഭാരങ്ങൾ മാറി സമൃദ്ധി വരികയാണ്. ഇപ്പോൾ വിശ്വാസത്താൽ അനുഗ്രഹത്തെ പ്രാപിക്കുക, വിടുതലിനെ പ്രാപിക്കുക, അത്ഭുതത്തെ പ്രാപിക്കുക. നന്ദി കർത്താവേ. ജീവനെ തരുവാൻ, നിത്യജീവനെ തരുവാൻ നന്ദി കർത്താവേ. അധികാരമുള്ളവൻ നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് നന്ദി. നന്ദി കർത്താവേ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടവൻ അധികാരത്തെ ഉപയോഗിച്ച് നന്ദി ജീവന്റെ പുസ്തകത്തിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ജനത്തിന്റെ പേരെഴുതികൾ എഴുതുവാൻ അധികാരമുള്ളവനായിരിക്കാൻ സ്തോത്രം, മഹത്വമൊക്കെ ഞങ്ങൾ അവിടത്തേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു. അതെ, നിങ്ങൾ യേശുവിൻ്റെ അധികാരത്തിൻ്റെ പരിധിയിലായിരിക്കാൻ യേശു നിങ്ങളെ സൗഖ്യമാക്കിയിരിക്കുന്നു, പാപത്തെ ക്ഷമിച്ചിരിക്കുന്നു. യേശു നിങ്ങളുടെ മേലുള്ള അന്ധകാര ശക്തികളെ മാറ്റിയിരിക്കുന്നു, നിത്യജീവന് നിങ്ങളെ അവകാശികൾ ആക്കിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകല സാഹചര്യങ്ങളുടെ മേലും യേശുവിന് അധികാരമുണ്ട്. ധൈര്യപ്പെടുക. നിങ്ങളുടെ അത്ഭുതങ്ങൾ എഴുതിയാൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യാനും ഇടയായി തീരും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനും ഈ TV ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കാളികളായിരിക്കുന്നതിനും ഞാൻ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നന്ദി പറയട്ടെ. ദൈവം നിങ്ങൾക്ക് 100 മടങ്ങ് പ്രതിഫലം തന്ന് നിങ്ങളെയും തലമുറകളെയും അനുഗ്രഹിക്കും. വീണ്ടും ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെട്ട് അനേകർക്ക് അനുഗ്രഹമാകുവാൻ ഈ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കുവാനും ഞാൻ സ്നേഹത്തോടെ അപേക്ഷിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് അനുഗ്രഹമാകട്ടെ. അടുത്ത ശുശ്രൂഷയിൽ നാം ഒരുമിച്ച് കാണുന്നത് വരെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരത്തിൻ്റെ പരിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ.